ഒരു ദുരഭിമാന കൊലയാണെന്ന് നിങ്ങൾക്ക് പരാതി? ഉറപ്പായിട്ടും അത് തന്നെയാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ അങ്ങനെ ചെയ്യണമായിരുന്നല്ലോ. കരുതിക്കൂട്ടിയുള്ള കൊലപാതകം, അതും വ്യത്യസ്ത മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ പ്രണയിച്ചതിന്റെ പേരിൽ. പ്രസാദിന്റെ മകളും അരുണും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. ഇരുവരെ വിവാഹം കഴിപ്പിക്കാൻ അരുണിന്റെ കുടുംബത്തിന് താല്പര്യവും ഉണ്ടായിരുന്നു. എന്നാൽ പ്രസാദ് ഈ ബന്ധത്തെ എതിർത്തു. ഇന്നലെ വൈകിട്ട് പ്രസാദ് അരുണിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം പെൺകുട്ടി താമസിക്കുന്ന വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കുത്തിക്കൊലപ്പെടുത്തി. നിഷ്ഠൂരമായ കൊലപാതകത്തിന് ശേഷം പ്രതി ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങി. പിടിച്ചു മാറ്റി എന്നെ തല്ലി മാറ്റിയിട്ട് ഇങ്ങനെ എവിടുന്ന കത്തിയെടുത്തത് ഞാൻ കണ്ടില്ല. കത്തിയെടുത്ത് ആദ്യം കുത്താൻ പോയപ്പം കത്തി വെച്ച കൈ ഞാൻ പിടിച്ച് ബാക്കിലോട്ടാക്കി. അപ്പോൾ അത് വെച്ച് എന്നെ കുത്താൻ വന്ന് ഞാൻ മതിലിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ കുത്തി കഴിഞ്ഞു. തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അവനെ കുത്തി കഴിഞ്ഞു. എന്നിട്ട് അങ്ങേര് വെളിയിലോട്ട് പോയിട്ട് പിന്നെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അവനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു. കുത്തുന്ന കണ്ടോണ്ടിരിക്കുക. വീട്ടുകാർ അവരുടെ വീട്ടിൽ 2 പേരുണ്ടായിരുന്നു. അവരാരും ഒന്നും ചെയ്തില്ല, കണ്ടിട്ട് പോലും ഒന്നും ചെയ്തില്ല. പ്രസാദിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് അരുണിന്റെ അച്ഛനും പറയുന്നു. നേരത്തെ 2-3 തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷേ ഇതിപ്പോൾ ഇന്നലെ വീട്ടിൽ അവൻ വന്നിരുന്നു. ഇന്നലെ വീട്ടിൽ വന്നിരുന്നിട്ട് ചെന്ന് അരുണുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് വേണം, കിട്ടിയേ പറ്റത്തുള്ളൂ, സംസാരിക്കാനാണെന്ന് പറഞ്ഞു. ആ കൊച്ചു തന്നെ ഇതിനു മുമ്പ് എൻ്റെ മോൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ ആൾ ശരിയല്ല. അരുണിനെ കൊലപ്പെടുത്താൻ പ്രസാദ് നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്ന് പോലീസും വ്യക്തമാക്കി. ഇതിനായി ഇയാൾ കയ്യിൽ കത്തി കരുതിയിരുന്നു. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന അരുണിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.